26-ാമത്തെ സർഗത്തിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ പേര് വിപശ്ചിത് ജന്മാന്തരാചരണം. വിപശ്ചിത്തുക്കളുടെ ജന്മാന്തരങ്ങൾ. വിപശ്ചിത്തുകൾ ആരാണ്? ആദ്യം വിപശ്ചിത്ത് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹമാണ് 4 രൂപങ്ങളിൽ ഹോമകുണ്ഡങ്ങളിൽ നിന്ന് പ്രകടമായത്. അവർ അവിദ്യയെ ഉപാസിച്ചവരായിരുന്നു. അവിദ്യയെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ അവിദ്യയിൽ എന്തുണ്ട്, ഈ അവിദ്യയുടെ വ്യാപ്തി എത്ര കണ്ടുണ്ട് എന്നറിയാൻ ശ്രമിച്ചവരായിരുന്നു. അവരുടെ ജന്മം ഒരിക്കലും ഒടുങ്ങുകയില്ല. അവിദ്യക്കകത്താണ് ഈ ജന്മം. ജന്മമുണ്ട് എന്നുള്ള തോന്നലാണ് വാസ്തവത്തിൽ അവിദ്യ എന്ന് പറയുന്നത്. താൻ ജനിക്കുന്നു, വളരുന്നു, മരിക്കുന്നു, ഇതെല്ലാം അവിദ്യയുടെ ഉള്ളിലാണ്. ഈ വിപശ്ചിത്തുകൾ പല ജന്മങ്ങൾ എടുക്കുന്നു. അതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. രാമൻ്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ സർഗം ആരംഭിക്കുന്നത്. ശ്രീരാമ ഉവാച, ശ്രീരാമൻ പറഞ്ഞു, അനന്തരം മുനിശ്രേഷ്ഠ കുർവന്തഃ കിം വിപശ്ചിതഃ ആസംസ്തേഷു ദിഗന്തേഷു സദ്വീപാബ്ധിവനാദ്രിഷു. മഹർഷേ, പിന്നീട് എന്ത് സംഭവിച്ചു? ഈ വിപശ്ചിത്തുകൾക്ക് എന്താണ് സംഭവിച്ചത്? അവരുടെ കഥ അങ്ങ് തുടർന്ന് പറയണം. അല്ലയോ മുനിവര്യ, ഈ വിപശ്ചിത്തുകൾ പിന്നീട് എന്താണ് ചെയ്തത്? അവർ മരിച്ചുപോയതായിട്ട് പറയുന്നില്ല. ആ കഥ ഇടയ്ക്ക് നിൽക്കുകയാണ് ചെയ്തത്. ആ കഥ വീണ്ടും തുടരാനായി വസിഷ്ഠ മഹർഷിയോട് രാമൻ ആവശ്യപ്പെടുകയാണ്. ആസംസ്തേഷു ദിഗന്തേഷു സദ്വീപാബ്ധി വനാദ്രിഷു. പല ദ്വീപുകളിലും അബ്ധി, കടൽ, വനം, മല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ പല പ്രാവശ്യം ജനിച്ചു, പല ജന്മങ്ങളിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞല്ലോ. അതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഇതറിയാനാണ് രാമന് ആഗ്രഹം. തേഷു പൂർവാദിഷു ദിഗന്തേഷു ഗതാഹ തേ വിപശ്ചിതഃ കിം കുർവന്ത ആസൻ. കിഴക്ക് തുടങ്ങിയ ദിക്കുകളിൽ അവിദ്യയുടെ വ്യാപ്തി അറിയാൻ വേണ്ടി യാത്ര ചെയ്ത ആ വിപശ്ചിത്തുകൾ പിന്നീട് എന്ത് ചെയ്തു? അവർക്ക് അവിദ്യയുടെ അന്തം കാണാൻ പറ്റിയോ? അവിദ്യയ്ക്ക് അന്തമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിദ്യയ്ക്കാണ് അന്തമില്ലാത്തത്. അറിവിന് അന്തമുണ്ട്. അറിവിൻ്റെ അന്തം എന്നാണ് വേദാന്തം എന്ന വാക്കിൻ്റെ അർത്ഥം. അറിവ് അവസാനിക്കും. അറിവ് അവസാനിക്കുമെന്ന് പറഞ്ഞാൽ അനുഭവം ആവസാനിക്കുമെന്നല്ല. അറിവും അനുഭവവും പര്യായപദങ്ങളായി പറയപ്പെടുന്നുണ്ടെങ്കിലും അറിവ് ആത്മജ്ഞാനത്തിലൂടെ നിന്നുപോകും. കാരണം ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും അറിയാനില്ല. അതാണ് അറിവിൻ്റെ അവസാനം അഥവാ വേദാന്തം. പക്ഷേ അനുഭവം ഒടുങ്ങുന്നില്ല. ഒടുങ്ങാത്ത അനുഭവം, സത്തിൻ്റെ അനുഭവം, ഉണ്മയുടെ അനുഭവം, അതാണ് ആത്മാനുഭവം. അപ്പോൾ ആത്മജ്ഞാനവും ആത്മാനുഭവവും ഒന്നാണെങ്കിലും ആത്മാവിനെ അറിയുന്നതോടുകൂടി അറിവ് അവസാനിക്കുന്നു. ഇനി അറിയാനൊന്നുമില്ല. അവിടെയാണ് അറിവ് അവസാനിക്കുന്നത്. പക്ഷേ ആ അറിവ് അവസാനിക്കുന്നത് ആത്മാവിലായതുകൊണ്ട്, ആത്മാവിന് നാശമില്ലാത്തത് കൊണ്ട് പിന്നീടുള്ളത് അനുഭവം മാത്രമാണ്. അറിവവിടെ ഇല്ല. അറിവവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സീമ അവസാനിച്ചു. ബുദ്ധിക്ക് എത്ര കണ്ട് ചെന്നെത്താൻ പറ്റുമോ, തത്വവിചാരത്തിലൂടെ എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റുമോ അത്ര ദൂരം ചിന്തിച്ച് ബുദ്ധി ആ ആത്മാവിൽ എത്തിക്കഴിഞ്ഞു. അതിനെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അറിയാനൊന്നും അവശേഷിക്കുന്നില്ല. പിന്നെ നിരന്തരമായ ആത്മാനുഭവം മാത്രമേ ഉണ്ടാവൂ. അവരെന്ത് ചെയ്തു? വിപശ്ചിത്തുകൾ പിന്നീട് എന്താണ് ചെയ്തത് എന്നുള്ള രാമൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങുകയാണ് വസിഷ്ഠ മഹർഷി. ശൃണു കിം വൃത്തമേതേഷാം താത തത്ര വിപശ്ചിതാം താലീ തമാലമാലാഢ്യദ്വീപാദ്രിവനചാരിണാം.
രാമ, നിന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം, കേട്ടോളൂ. അവരുടെ വൃത്താന്തം, അവരുടെ തുടർന്നുള്ള കഥ ഞാൻ പറയാം. വിപശ്ചിത്തുകളുടെ അവർ എവിടെയൊക്കെയാണ് സഞ്ചരിച്ചത്? താലി തമാല മാലാഢ്യ ദ്വീപ അദ്രി വനചാരിണം. താലി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കഴുത്തിൽ പുരുഷന്മാർ ചാർത്തി കൊടുക്കുമല്ലോ കല്യാണ സമയത്ത്, അതല്ല. താലി മീൽസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്, അതായിരിക്കും മഹേഷിൻ്റെ ഓർമ്മയിൽ വന്നത് അല്ലേ? താലി മീൽസ് അല്ല, കഴുത്തിൽ കെട്ടുന്ന താലിയുമല്ല. താലം എന്ന് പറഞ്ഞാൽ പന എന്നാണ് അർത്ഥം സംസ്കൃതത്തിൽ. താലവൃക്ഷം, പന. താലങ്ങളും തമാലങ്ങളും നിറഞ്ഞ, തമാലം എന്ന് പറഞ്ഞാൽ പച്ചില മരം, ധാരാളം ഇലകൾ, അതിൽ പൂവും കായും ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല, ധാരാളം ഇലകൾ ഉണ്ടാകുന്നതിന് ഒരു പച്ചില മരം എന്നാണ് തമാലം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഈ താലങ്ങളും തമാലങ്ങളും ധാരാളം നിറഞ്ഞിരിക്കുന്ന, വളർന്നു പൊന്തിയിട്ടുള്ള ദ്വീപുകളിലും മലകളിലും വനങ്ങളിലും ഈ വിപശ്ചിത്തുക്കൾ സഞ്ചരിച്ചു. 4 ദിക്കിലേക്കാണ് പോയത്. പക്ഷേ 4 ദിക്കിലും ഇവർക്ക് കാണാൻ, അറിയാൻ, അനുഭവിക്കാൻ പലതും ഉണ്ടായിരുന്നു. അവരുടെ വൃത്താന്തം ഞാൻ ഇനിയും പറയാം, കേട്ടോളൂ. ക്രൗഞ്ചദ്വീപഗിരേരേകോ വിപശ്ചിത് പശ്ചിമേ തടേ കടേനാദ്രിതടേ പിഷ്ടഃ കരിണ കമലം യഥാ. ആദ്യമായിട്ട് വടക്കോട്ട് പോയ, അല്ല പടിഞ്ഞാട്ട് പോയ ആളിൻ്റെ കഥ പറയാം. 4 ഓരോ ദിക്കിലും ഓരോ വിപശ്ചിത്ത് യാത്ര ചെയ്തു എന്നാണ്. പശ്ചിമ ദിക്കിലേക്ക് പോയ അയാൾ ക്രൗഞ്ചദ്വീപഗിരേഹെ, ക്രൗഞ്ചദ്വീപം എന്ന് പറയുന്ന ദ്വീപിൽ, അവിടെയുള്ള ഒരു വലിയ പർവ്വതത്തിൽ ഇദ്ദേഹത്തെ കടേന അദ്രിതടേ പിഷ്ടഹ കരിണ, ഒരു കൊമ്പനാന കുത്തിക്കൊന്നു. കേരളത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസേന ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ആന, പുലി, കാട്ടുപന്നി, കരടി, പാമ്പ്, ഇതൊക്കെയാണ് ഇപ്പം നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ജീവിക്കാൻ നിവൃത്തിയില്ല, എന്തു ചെയ്യും? അപ്പം ഇതുപോലെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് അന്നും ഉണ്ടായത്. ക്രൗഞ്ചദ്വീപത്തിലെ ഒരു പർവ്വതത്തിൽ ഈ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത വിപശ്ചിത്തിനെ ഒരു ആന കൊമ്പ് കൊണ്ട് കുത്തിക്കൊന്നു. ഏതുപോലെ? കമലം യഥ. ഒരു മനുഷ്യൻ താമരപ്പൊയ്കയിൽ നിന്ന് ഒരു താമരപ്പൂവ് എത്ര ലാഘവത്തോടു കൂടിയാണോ പൊട്ടിച്ചെടുക്കുന്നത്, അതുപോലെ ഒരുത്തനെ, ഈ പടിഞ്ഞാറോട്ട് പോയ വിപശ്ചിത്തിനെ ഒരു കാട്ടാന കുത്തി മലത്തി. അപ്പം അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അവിദ്യയെ അറിയാൻ വേണ്ടി ശ്രമിച്ചവരാണ്. ആന കുത്തിയാ ഒന്നും തീരുന്നതല്ല ഈ അവിദ്യ. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ആന കുത്തിക്കൊന്നത് കൊണ്ട് മോക്ഷം കിട്ടിയെന്നൊന്നും ആരും വിചാരിക്കണ്ട. അവരുടെ കഥ ഇനിയും തുടരും. തൽക്കാലം ഒരു ശരീരത്തെ, ആ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത ആ വിപശ്ചിത്തിൻ്റെ ശരീരത്തെ ഒരു ആന തൻ്റെ കൊമ്പ് കൊണ്ട് പിളർന്നു. ദ്വിതീയോ നഭസാനീതോ, അതിൻ്റെ വ്യാഖ്യാനം കൂടെ വായിച്ചു പോകാം. തേഷാം മധ്യേ ഏകോ വിപശ്ചിത്, ഈ 4 പേരിൽ ഒരാൾ ക്രൗഞ്ചദ്വീപേ പ്രസിദ്ധസ്യ വർഷസീമഗിരേഹെ. ക്രൗഞ്ചദ്വീപിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ പശ്ചിമേ തടേ, പടിഞ്ഞാറേ ചെരുവിൽ, തടേ ഭാഗേ കരിണ അദ്രിതടേ വപ്രശിലായാം കടേന ഗണ്ഡേന ദന്താഭ്യാം പിഷ്ടഃ സഞ്ചൂർണിതഃ മൃതഃ ഇത്യർത്ഥഃ. ഒരാന ഒരു പാറയോടുകൂടെ ചേർത്ത്, അല്ലെങ്കിൽ ആ ഒരു വലിയ പാറയോടുകൂടി ചേർത്ത് ഇയാളെ കൊമ്പ് കൊണ്ട് കുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ആ ശരീരം നശിച്ചു, പൊടിയായി പോയി എന്നാണ്. ആന കൊമ്പ് കൊണ്ട് കുത്തി പീസാക്കി കളഞ്ഞു. വരപ്രാർത്ഥന കാലേ ആസിദ്ധഗമ്യം അധ്വാനം മൃത്യുരസ്മാകമസ്തുമാ ഇത്യവധികരണാത് തദുത്തരം
സിദ്ധാഗമ്യോദ്വേത്യനുക്തമപി ഗമ്യതേ. അഗ്നിദേവനോട് ഈ 4 വിവശിത്തുകളും എന്താണ് വരമായി ആവശ്യപ്പെട്ടത്? ആസിദ്ധഗമ്യമധ്വാനം മൃത്യുരസ്മാകമസ്തു മാ. സിദ്ധന്മാർക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന സ്ഥലം വരെ ഏതുവരെയുണ്ടോ അവിടെയൊന്നും വെച്ച് ഞങ്ങൾക്ക് മരണം സംഭവിക്കരുത്. സിദ്ധന്മാർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലം ഒന്നുമില്ല. അതായത് ഞാൻ മരിക്കരുത് എന്ന് ചോദിക്കുന്നതിന് പകരമാണ് അങ്ങനെ ചോദിച്ചത്. സിദ്ധന്മാർക്ക് പ്രാപ്യമായിട്ടുള്ള സ്ഥാനം ഏതുവരെയുണ്ടോ, അവർക്ക് ഏതുവരെ ചെന്നെത്താൻ പറ്റുമോ ആ സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾക്ക് മൃത്യു സംഭവിക്കരുത് എന്ന് ഒരു കണ്ടീഷൻ, ഒരു നിബന്ധന വരമായിട്ട് ഈ വിവശത്തുകൾ ചോദിച്ചു. സിദ്ധ അഗമ്യോദ്വേത്യനുക്തമപി ഗമ്യതേ. സിദ്ധന്മാർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥാനം ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് എവിടെ പോയാലും മരണമുറപ്പ്. മരിക്കാതിരിക്കാൻ, മരണത്തെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയാണ് ആ വരം ചോദിച്ചത്. പക്ഷേ സിദ്ധന്മാർക്ക് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലം ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് മരണത്തെ ഇവർക്ക് അതിജീവിക്കാൻ കഴിയുമായിരുന്നില്ല. ഏവം അഗ്രേപി ബോധ്യം. ഇനി രണ്ടാമത്തെ വിവശിത്ത്, അയാളുടെ കാര്യം എന്താണ്? ദ്വിതീയോ നഭസാനീതോ രക്ഷസാ വിക്ഷതാംഗകഃ നിക്ഷിപ്തോ ബാടവേ വഹ്നൗ തത്ര ഭസ്മത്വമാഗതഃ. എല്ലാവർക്കും അപമൃത്യുവാണ് സംഭവിച്ചിട്ടുള്ളത്. അവിദ്യയെ പിന്തുടരുന്നവൻ പിടഞ്ഞ് മരിക്കുമെന്ന് ബാലകൃഷ്ണൻ നായർ സാർ പറയുന്നത് സത്യമാണ് എന്ന് വസിഷ്ഠ മഹർഷി തൻ്റെ വാക്കുകളിലൂടെ തെളിയിക്കുകയാണ്. അവിദ്യയെ ഉപാസിക്കുന്നവൻ അവിദ്യയുടെ ഉള്ളിൽ കടന്ന് അതിലെന്തൊക്കെയുണ്ട് അത് തന്നെയാണ് മനുഷ്യൻ്റെ പ്രപഞ്ച അന്വേഷണം. ഈ പ്രപഞ്ചം അവിദ്യാകാര്യമാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും മറ്റ് കോപ്പുകളുമായിട്ട് ശാസ്ത്രജ്ഞന്മാർ പുറം ലോകത്തിൽ അന്വേഷിക്കുകയാണ്. ഒരിക്കലും ഒരു അന്തവും കുന്തവും ഉണ്ടാവത്തില്ല. കാരണം ഇതില്ലാത്തതാണെന്നറിയുന്നില്ല. ഇല്ലാത്ത അല്ലെങ്കിൽ മിഥ്യയായ പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതി ആ പ്രപഞ്ചത്തെ ഗവേഷണത്തിന് വിധേയമാക്കുകയാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ. ഋഷീശ്വരന്മാർ ബാഹ്യപ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചോ അറിയാൻ ശ്രമിക്കാതിരുന്നവരല്ല. അവർ വലിയ ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അവർ അന്വേഷിച്ച് ചെന്നപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് കള്ളമാണെന്ന് അവർക്ക് പിടികിട്ടി. ആധുനിക ശാസ്ത്രജ്ഞന് പിടികിട്ടാത്തതും ഇതേ കാര്യം തന്നെ. ഇത് സത്യമാണ്, വാസ്തവമാണ്. വിദൂര ഗ്രഹങ്ങളിലേക്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയും അവിടെയുള്ള മണ്ണിൻ്റെ ഘടനയും അവിടെ ഏതെങ്കിലും ജീവികളുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലുള്ള അന്തരാത്മാവിനെ അവൻ കണ്ടെത്താൻ ശ്രമിക്കുന്നേയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വേദാന്തത്തിൽ താല്പര്യമില്ല. സയൻറ്റിസ്റ്റുകൾ സയൻസ് പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ പഠിച്ചവരാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരാണ്. പക്ഷേ ശാസ്ത്രങ്ങളുടെ എല്ലാ ശാസ്ത്രമായ വേദാന്ത ശാസ്ത്രത്തിൽ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്, ഋഷികളുടെ വാക്കുകളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവരുടെ അന്വേഷണം എപ്പോഴും പുറത്താണ്, ബാഹ്യതലത്തിലാണ്. അവർ ഒരിക്കലും ആത്മാവിനെ കണ്ടെത്തുകയില്ല. അന്വേഷണം ഉള്ളിലേക്ക് വ്യാപിപ്പിക്കണം. വിദേശങ്ങളിൽ അന്വേഷിക്കുന്നതിന് പകരം സ്വദേശമായ ആത്മാവിൽ അന്വേഷണം തുടങ്ങണം. അകത്തെന്തുണ്ട് എന്ന് വിശകലനം ചെയ്യണം. അനുഭവത്തിൽ നമ്മുടെ ശ്രദ്ധ തിരിയണം. ബാഹ്യ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവന് ഒരിക്കലും ഉള്ളിലുള്ള അറിയുന്നവനായ ആത്മാവിനെ കണ്ടെത്താൻ സാധ്യമല്ല.
രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? നഭസാനീത രക്ഷസ, ഒരു രാക്ഷസൻ രണ്ടാമത്തെ വിവശ്യത്തിനെ ആകാശത്തിലൂടെ കൊണ്ടുപോയി അവസാനം ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് അയാളുടെ ശരീരത്തെ വലിച്ചു കീറി കഷണം കഷണങ്ങളാക്കി. എന്നിട്ട് നിക്ഷിപ്തോ വാടവേ വൻഹൗ, സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് ഒരു അഗ്നി എപ്പോഴും ജ്വലിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ശാസ്ത്രമല്ല, അതൊരു സങ്കല്പമായിരിക്കാം. അതിനെയാണ് ബാടവാഗ്നി അല്ലെങ്കിൽ വാടവാഗ്നി എന്ന് പറയുന്നത്. ആ വാടവാഗ്നിയിൽ ഇയാളുടെ ശരീരത്തെ ആ രാക്ഷസൻ നിക്ഷേപിച്ചു. അത് ക്ഷണനേരത്തിനുള്ളിൽ കത്തിച്ചാമ്പലായി. ആന കുത്തി കീറുക മാത്രമേ ചെയ്തുള്ളൂ, ഇവൻ കത്തിച്ചു കളഞ്ഞു. ശരീരത്തിൻ്റെ ആ ഒരു ബാക്കി പോലും ഉണ്ടായില്ല, കംപ്ലീറ്റ് ഇല്ലാതാക്കി കളഞ്ഞു. അങ്ങനെ ബാടവാഗ്നിയിൽ പതിച്ച ആ രണ്ടാമത്തെ വിവശ്യത്തിൻ്റെ ശരീരം ഭസ്മമായി മാറി. ദ്വിതീയോ വിവശ്യത് രക്ഷസ യുദ്ധേ ഭിക്ഷതാംഗക. ഈ രാക്ഷസൻ എന്തിനാണ് ഈ വിവശ്യത്തിനെ കൊന്നതെന്ന് പറഞ്ഞാൽ രാക്ഷസനുമായിട്ട് അടിയുണ്ടാക്കി. ഇതാണേ കുഴപ്പം. ചുമ്മാതെ വന്ന് രാക്ഷസൻ ഒരാളെ കൊല്ലുമോ? രാക്ഷസനുമായിട്ട് യുദ്ധത്തിന് തയ്യാറായി അദ്ദേഹവുമായിട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ രാക്ഷസൻ ഈ വിവശ്യത്തിൻ്റെ ശരീരത്തെ കഷണം കഷണമാക്കി നഭസാൻ അഭോമാർഗേണ നീത, ആകാശമാർഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കൊണ്ടുപോയി ബാടവേ വൻഹൗ സാമുദ്രേ നിക്ഷിപ്ത തത്ര ഭസ്മത്വം ചാഗത, ബടവാഗ്നിയിൽ നിക്ഷേപിച്ചു. ആ അഗ്നിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരം കത്തിച്ചാമ്പലായി. രണ്ടുപേരുടെ കാര്യം പറഞ്ഞ് അടുത്തത് മൂന്നാമത്തെ ആളുടെ കാര്യം. തൃതീയസ്ത്രൈദശം ദേശം നീതോ വിദ്യാധരേണ വൈ ഗതോ പ്രണാമ കുപിത ശക്രശാപേന ഭസ്മതാം. അയാളും ചാമ്പലായി. പക്ഷെ അയാൾ ചാമ്പലായതിന് കാരണം മറ്റൊന്നാണ്. തൃതീയസ്ത്രൈദശം ദേശം നീത വിദ്യാധരേണ വൈ. ഒരു വിദ്യാധരൻ ഈ മൂന്നാമത്തെ വിവശ്യത്തിനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോയി. ഓസിന് സ്വർഗം കിട്ടിയ ഒരു ഭാഗ്യവാനാണ് ഈ മൂന്നാമത്തെ വിവശ്യത്ത്. ഇവിടെ 100 അശ്വമേധയാഗം ചെയ്താൽ മാത്രമേ സ്വർഗലോകത്തെത്താൻ പറ്റൂ. സ്വർഗലോകത്തെത്താൻ 100 അശ്വമേധയാഗം വേണമെന്നില്ല. ഇന്ദ്രപദവി നേടാനാണ് 100 അശ്വമേധയാഗം ചെയ്യേണ്ടത്. ഇപ്പോൾ അവിദ്യയുടെ പുറകെ പോയ ഒരാൾക്ക് ആ മൂന്നാമത്തെ വിവശ്യത്തിന് ഒരു വിദ്യാധരൻ്റെ അനുഗ്രഹത്താൽ സ്വർഗലോകത്തിലെത്താൻ കഴിഞ്ഞു. അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവിദ്യയ്ക്ക് വശംവദരാണ് ഈ 4 പേരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രിയാണ് ആര്? ദേവേന്ദ്രൻ. മുഖ്യമന്ത്രിയെ സല്യൂട്ട് അടിച്ചില്ല. കൊള്ളാം. ഇവിടെ മേലധികാരിയെ സല്യൂട്ട് അടിച്ചില്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്ന കാലമാണ്, പ്രത്യേകിച്ചും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. സ്റ്റഡി ആയിട്ടിരുന്ന് സല്യൂട്ട് അടിച്ചോളണം. അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഒരു മെമ്മോ കൊടുക്കും, പിന്നെ അതിന് റിപ്ലൈ ആയി അങ്ങനെ പോകും. ഇയാൾ എന്ത് ചെയ്തു? ഈ മൂന്നാമത്തെ വ്യക്തി സ്വർഗലോകത്തെത്തി. അപ്രണാമ കുപിത ശക്രശാപേന, അദ്ദേഹത്തെ ശക്രൻ ശപിച്ചു, ഇന്ദ്രൻ ശപിച്ചു. എന്തിനാ ശപിച്ചത്? ഇന്ദ്രനെ പ്രണമിച്ചില്ല. ഇന്ദ്രൻ സഭയിൽ എഴുന്നള്ളിയപ്പോൾ എണീറ്റില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വണക്കം പറഞ്ഞില്ല, നമസ്കരിച്ചില്ല. ഇന്ദ്രൻ വെച്ചേക്കുമോ? ശപിച്ചു. ശപിച്ച് ആ മൂന്നാമത്തെ വിവശ്യത്തിനെ ഭസ്മമാക്കി മാറ്റി, ചാമ്പലായി എന്നർത്ഥം. ഈ ചാമ്പൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവൻ്റെ കാര്യം കട്ടപ്പുക എന്ന് പറയുന്നത്. കത്തിച്ച് കളയുമ്പോൾ ആദ്യം കറുത്ത പുക വരും, അതിനാണ് കട്ടപ്പുക എന്ന് പറയുന്നത്. കട്ടപ്പുകയായതിന് ശേഷമാണ് അത് ചാമ്പലാവുന്നത്. അപ്പോൾ അവൻ്റെ കൂടെയാണോ നീ നടക്കുന്നത്, നിൻ്റെ കാര്യം കട്ടപ്പുക. അതായത് കഥ കഴിഞ്ഞു എന്നർത്ഥം. ത്രൈദശം ദേശം ഇന്ദ്രസഭാം ഗതഃ, ത്രിദശന്മാരുടെ ലോകമാണ് ത്രൈദശം ലോകം. ത്രിദശന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. അവർക്ക് 3 അവസ്ഥകളേ ഉള്ളൂ: ബാല്യം, കൗമാരം, യൗവനം. വാർദ്ധക്യമില്ല.
വാർദ്ധക്യം, ക്ഷീണം, ജര, നര ഇതൊന്നുമില്ല. എന്തുകൊണ്ട്? അമൃതം പാനം ചെയ്തവരാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം വരാം. ബാല്യം ഉണ്ടാവണമെങ്കിൽ ജനിക്കണ്ടേ? ദേവന്മാരായി ജനിക്കുന്നു. അതിഥിയുടെ കുട്ടികളാണ് ദേവന്മാർ. അവർ കൗമാരപ്രായത്തിലെത്തുകയും ചെയ്യുന്നു. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്നു. വാർദ്ധക്യം മാത്രമില്ല. ഇപ്പം ഈ 4 അവസ്ഥകളിൽ 3 അവസ്ഥകൾ മാത്രമേ അവർക്കുള്ളൂ. ബാല്യം, കൗമാരം, യൗവനം. വാർദ്ധക്യമില്ല. അതുകൊണ്ട് അവരുടെ പേര് ത്രിദശന്മാർ എന്നാണ്. 3 ദശകൾ ഉള്ളവർ. അപ്പം ആ ത്രൈദശസ്ഥാനമായ സ്വർഗത്തിൽ വിദ്യാധരൻ്റെ സഹായം കൊണ്ട് എത്തി. തത്രച അപ്രണാമാത് നമസ്കാര അകരണാത് കുപിതസ്യ ശക്രസ്യ ശാപേന ഭസ്മതാം ഗതഃ. അവിടെ അപ്രണാമം കാരണമായിട്ട്, പ്രണമിക്കാത്തത് കൊണ്ട്, നമസ്കരിക്കാത്തത് കൊണ്ട് ഇന്ദ്രന് ദേഷ്യം വന്നു. ആ ഇന്ദ്രൻ ഇദ്ദേഹത്തെ ശപിച്ച് ഭസ്മമാക്കി. അങ്ങനെ 3ാമത്തെ ആളിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. ഇനി ഒരാൾ ബാക്കിയുണ്ട്. അയാളുടെ തലവിധി എന്താണെന്ന് നോക്കാം. ചതുർത്ഥശ്ചതുരം ഗച്ഛൻ കുശദ്വീപഗിരേസ്തടേ ദുർവാരേണ നദീകച്ഛേ മകരേണാഷ്ടധാകൃതഃ. 4ാമത്തെ വിഭജിത്ത് അദ്ദേഹം കുശദ്വീപം എന്നു പേരോട് കൂടിയ ഒരു ദ്വീപിൽ, ഒരു പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ദുർവാരേണ നദീകച്ഛേ, ഒരു നദിയുടെ തീരത്തിൽ അതിശക്തമായ ജലപ്രവാഹമുള്ള നദിയുടെ കരയിൽ മകരേണ അഷ്ടധാകൃതഃ, മകരത്താൽ 8 കഷണങ്ങളാക്കപ്പെട്ടു. മകരം എന്നുള്ളതിന് മകരമത്സ്യം, നമുക്ക് സ്രാവ് എന്നർത്ഥം പറയാം. മകരം എന്നുള്ളതിന് മുതല എന്നും അർത്ഥമുണ്ട്. എന്തായാലും അവൻ്റെ ശരീരം 8 കഷണമായി. ഈ 8 എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. 8 കഷണങ്ങളാക്കി മുറിച്ചു. ആര്? ആ മകരമത്സ്യം അല്ലെങ്കിൽ സ്രാവ്, അതും അല്ലെങ്കിൽ ഒരു മുതല. അങ്ങനെ 4ാമത്തെ ആളിൻ്റെ കഥയും കഴിഞ്ഞു. ചതുർത്ഥോ വിപശ്ചിത് കുശദ്വീപഗിരേസ്തടേ നദീകച്ഛേ മകരേണ അഷ്ടധാ ശകലീകൃതോ മൃതഃ. 8 കഷണമായിട്ട് കാടിച്ച് കീറി 4ാമത്തെ വിപശ്ചിത്തിൻ്റെ ശരീരത്തെ. അങ്ങനെ അയാളും മരണമടഞ്ഞു. ഇതിതേ പഞ്ചതാം പ്രാപ്ത ദിങ്മുഖേഷ്വാകുലാശയാഃ ക്ഷയേ ചതുർഷു ചത്വാരോ ഭൂപാലാ ലോകപാലവതേ. ഇങ്ങനെ ഈ 4 വിപശ്ചിത്തുകളും പഞ്ചത്വത്തെ പ്രാപിച്ചു. 4 വിപശ്ചിത്തുകൾ പഞ്ചത്വത്തെ പ്രാപിച്ചു. പഞ്ചത്വം എന്ന് പറഞ്ഞാൽ 5ാമത്തെ അവസ്ഥ. 4 അവസ്ഥ ഏതാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ബാല്യം, കൗമാര, യൗവനം, വാർദ്ധക്യം. 5ാമത്തെ അവസ്ഥ മരണം. പഞ്ചത്വം എന്ന് പറഞ്ഞാൽ മരണം. ഇങ്ങനെ ഈ 4 പേരും മരണത്തെ പ്രാപിച്ചു. ദിങ്മുഖേഷ്വാകുലാശയാഃ. ഓരോരുത്തരുടെ മരണം ഓരോ ദിക്കിലാണ് സംഭവിച്ചത്. അങ്ങനെ വളരെ ദുഃഖിതരായി അവർ മരണത്തെ വരിച്ചു. ക്ഷയേ ചതുർഷു ചത്വാരോ. അങ്ങനെ അവർ മരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു. പ്രളയം വന്നപ്പോൾ ഈ ലോകമെല്ലാം കാരണമായ അവ്യക്തത്തിൽ ലയിച്ചു, അവ്യക്താവസ്ഥയിൽ ലയിച്ചു. അങ്ങനെ പ്രളയവും വന്നു. ചതുർഷു ചത്വാരോ ഭൂപാല ലോകപാലവത്. 4 ദിക്കുകളുടെ അധിപതിയായിട്ട് 4 ദേവന്മാരുണ്ട്. ശരിക്കും അഷ്ടദിക്പാലകന്മാരാണ്. 8 ദിക്ക്, 4 ദിക്കുകളും ആ ദിക്കുകളുടെ ഇടയ്ക്കുള്ള 4 ഉപദിക്കുകളും. ഇങ്ങനെ 8 ദിക്കുകൾ, ഓരോന്നിനും ഓരോ ദിക്പാലകന്മാരുണ്ട്. അവരെയാണ് അഷ്ടദിക്പാലകന്മാർ എന്ന് പറയുന്നത്. ആ അഷ്ടദിക്പാലകന്മാർ പോലും ലയിച്ചു പോകുന്ന കാരണത്തിൽ, കാരണം എന്ന പേരിൽ അറിയപ്പെടുന്ന അവ്യക്തത്തിൽ ലയിച്ചു പോകുന്ന അവസ്ഥയാണ് പ്രളയം. ആ അഷ്ടദിക്പാലകന്മാരെ പോലെ എണ്ണത്തിൽ 4 സ്ഥിതി ചെയ്ത
ഈ വിഭജിത്തുകളും പ്രളയത്തിൽ ലയിച്ചു ചേർന്നു. അപ്പോൾ കഥ കഴിഞ്ഞല്ലേ? അങ്ങനെ കഥ തീർത്താൻ പറ്റുമോ? അതെങ്ങനെ? അവർ അജ്ഞാനത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടു കൂടി യാത്ര ആരംഭിച്ചവരാണ്. പ്രളയം കൊണ്ട് തീരുന്നതല്ല അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം. ഈ ആഗ്രഹത്തെ നശിപ്പിക്കാൻ പ്രളയത്തിന് പോലും സാധ്യമല്ല. ബ്രഹ്മദേവൻ ഉറങ്ങാൻ പോകുന്ന സമയമാണ് പ്രളയം. അപ്പോൾ ഈ ജീവന്മാർ അവരുടെ വാസനകളോടൊപ്പം അവ്യക്താവസ്ഥയിൽ ലയിച്ചു ചേരും. അതിനെയാണ് പ്രളയം എന്ന് പറയുന്നത്. ദൃശ്യപ്രപഞ്ചവും വിലയത്തെ പ്രാപിക്കും. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ, എന്താണ് സംഭവിക്കുന്നത് എന്ന് ബ്രഹ്മദേവന് പോലും അറിയില്ല. ബ്രഹ്മദേവൻ്റെ ഉറക്കമാണ് പ്രളയം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ അതാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉറക്കത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ആർക്കറിയാം? ഒരാളുടെ അടുത്ത് പേര് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണെന്ന് പറഞ്ഞു. ആർക്കറിയാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന്. അല്ല, ആർക്കറിയാമെന്നാണ് എൻ്റെ പേരെന്ന്. ആർക്കറിയാമെന്ന് ഇയാൾക്ക് കേട്ടത് ആർക്കറിയാമെന്ന്. ആർക്കറിയാമെന്നാണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഉറങ്ങുന്നവരെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 4 പേരും കാരണമായ അവ്യക്തത്തിൽ ലയിച്ചു. ഇതി അനയാരീത്യ മേ തേ ചത്വാരോ ഭൂപാല വിവശ്ചിതഃ പഞ്ചതാം മരണം പ്രാപ്താഃ യഥാക്ഷയേ കൽപ്പാന്തേ ചത്വാരോ ലോകപാലാഃ പഞ്ചതാം യാന്തി തദ്വത്. ഇങ്ങനെ ഞാൻ പറഞ്ഞ രീതിയിൽ ആ 4 ചക്രവർത്തിമാരും 4 വിവശ്ചിത്തുകളും മരണത്തെ പ്രാപിച്ചു. എങ്ങനെ? കൽപ്പാന്തത്തിൽ അല്ലെങ്കിൽ പ്രളയകാലത്തിൽ ദിക്പാലകന്മാർ വിലയത്തെ പ്രാപിക്കുന്നത് പോലെ. ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അഥ തേഷാം ദദർശാസൗ വ്യോമ്യേവ വ്യോമരൂപിണാം സംവിത് പ്രാക്തന സംസ്കാരാത് വ്യോമാത്മാവനിമണ്ഡലം. പ്രളയമൊക്കെ തീർന്നു. പ്രളയം കഴിഞ്ഞ് അടുത്ത സൃഷ്ടി ആരംഭിക്കാനുള്ള സമയമായി. അതായത് ബ്രഹ്മദേവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ബ്രഹ്മദേവൻ ഉണർന്നു കഴിഞ്ഞാൽ അദ്ദേഹം സൃഷ്ടിക്കാൻ തുടങ്ങും. സൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മദേവൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതാണ്. അദ്ദേഹം വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നതാണ് പ്രളയം, കൽപ്പാന്തം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും എല്ലാം ലയിച്ചു ചേർന്നു. ഈ പ്രളയം എന്നുള്ളതിന് എല്ലാം വെള്ളത്തിനടിയിലാകും എന്നാണ് നമ്മൾ പറയുന്നത്. ഭൂമി മുഴുവൻ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ജലം കൊണ്ട് മൂടപ്പെടും. അതിനെയാണ് പ്രളയം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. പ്രളയം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ഉള്ള ലയം, ലയിച്ചു ചേരുന്ന അവസ്ഥ. നാമരൂപങ്ങളായി പൊന്തിയവ പണ്ടത്തെ പോലെ നാമരൂപങ്ങളായി പ്രകടമാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെ പ്രാപിക്കുന്നതാണ് വാസ്തവത്തിൽ പ്രളയം. അതായത് നാമരൂപങ്ങൾ ലയിച്ചിരിക്കുന്ന അവസ്ഥ എന്നർത്ഥം. അങ്ങനെ പ്രളയമായി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. എത്ര കാലമെന്നൊന്നും ചോദിക്കരുത്. അടുത്തത് ബ്രഹ്മദേവൻ ഉണരുകയാണ്. ബ്രഹ്മദേവൻ ഉണർന്നാലേ ദേശകാലങ്ങൾ പോലും ഉള്ളൂ. അപ്പോൾ ഈ ബ്രഹ്മദേവൻ ഉറങ്ങിക്കിടന്നത് എത്ര കൊല്ലം എന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയാൻ? ആർക്കുത്തരം പറയാൻ പറ്റും? ഉറക്കത്തിൽ കഴിയുന്ന നമുക്ക് സമയത്തിൻ്റെ ബോധമില്ല. എത്ര മണിക്കൂർ ഉറങ്ങിയെന്ന് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പറയാൻ പറ്റത്തില്ല. ഉറങ്ങാൻ കിടന്ന സമയം പറയാം. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ക്ലോക്കിലോ വാച്ചിലോ നോക്കിക്കഴിഞ്ഞാൽ സമയം എത്രയായി എന്ന് അയാൾക്ക് പറയാം. എത്ര സമയം ഉറങ്ങി എന്ന് ക്ലോക്കും വാച്ചും നോക്കാതെ ഒരാൾക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല. കാരണം ഉറക്കത്തിൽ സമയമില്ല. സമയമില്ലെങ്കിൽ ദേശവുമില്ല. കാലമില്ലാത്ത സ്ഥലത്ത് എന്ത് ദേശം? ദേശകാലങ്ങൾ ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ദേശമുണ്ടെങ്കിൽ കാലമുണ്ടാവും, കാലമുണ്ടെങ്കിൽ ദേശവും ഉണ്ടാവും. ഏതെങ്കിലും ഒന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടും ഇല്ല എന്നാണ് അർത്ഥം. അങ്ങനെ ആ പ്രളയം അവസാനിച്ചു. സൃഷ്ടി ആരംഭിക്കാൻ പോകുന്നു. സൃഷ്ടി ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ, സൃഷ്ടി ആരംഭിച്ചപ്പോൾ, ബ്രഹ്മദേവൻ ഉണർന്നപ്പോൾ ഈ ലയിച്ചു കിടന്ന 4 വിഭജിത്തുകളും
മറ്റ് ജീവന്മാരുടെ കാര്യം നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഈ 4 പേർക്ക് എന്ത് സംഭവിച്ചു, ഇതാണ് നമുക്കറിയേണ്ടത്. അതുകൊണ്ട് അവരുടെ കാര്യം മാത്രം പറയുന്നു. അഥതേഷാം ദദർശാസൗ വ്യോമ്യേവ വ്യോമരൂപിണാം. ഈ 4 പേരും ഏതവസ്ഥയിലാണ് പ്രളയത്തിൽ കഴിഞ്ഞിരുന്നത്? അവർക്ക് ശരീരമില്ല, ആകാശരൂപികളായിട്ടാണ് അവർ സ്ഥിതി ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ സൂക്ഷ്മരൂപികളായി അവർ കഴിഞ്ഞിരുന്നു. ആ സൂക്ഷ്മരൂപത്തിൽ ഇരുന്ന 4 പേരും വ്യോമ്യേവ ആകാശത്തിൽ ഓരോ കാഴ്ചകളെ കാണാൻ ആരംഭിച്ചു. എല്ലാ കാഴ്ചയും ആകാശത്തിലാണ് കാണപ്പെടുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നും, ബ്രഹ്മദേവൻ ഉണർന്നതല്ലേ ഉള്ളൂ, ഇനി സൃഷ്ടിക്കുമ്പോഴല്ലേ അതിസൂക്ഷ്മമായ ആകാശം പോലും ഉണ്ടാവൂ. അപ്പോൾ ഇവർ ആകാശത്തിൽ കാഴ്ചകൾ കാണാൻ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശൂന്യാകാശത്തിലല്ല, ബാഹ്യാകാശത്തിലല്ല, അവരുടെ ചിത്താകാശത്തിൽ, മനസ്സാകുന്ന ആകാശത്തിൽ സങ്കല്പങ്ങളിലൂടെ ഓരോന്ന് കാണാൻ ആരംഭിച്ചു. അവരുടെ ഉള്ളിലെ വാസനകൾ പതുക്കെ പതുക്കെ മുളച്ചു പൊന്താൻ തുടങ്ങി. വ്യോമ്യേവ വ്യോമരൂപിണാം. വ്യോമരൂപികളായ അവർ അവരുടെ ഹൃദയാകാശത്തിൽ തന്നെ, അല്ലെങ്കിൽ മനോമയമായ ആകാശത്തിൽ തന്നെ കാഴ്ചകളെ കാണാൻ തുടങ്ങി. ആരാണ് അവർക്ക് കാഴ്ചകളെ കാണിച്ചു കൊടുത്തത്? അവരുടെ ഉള്ളിലുള്ള ബോധം, ബ്രഹ്മം, സംവിത്ത്. ആ സംവിത്തിൻ്റെ പ്രകാശത്തിലാണ് നാം എന്ത് കാഴ്ചയെയും കാണുന്നത്. കാഴ്ചകളെ കാണണമെങ്കിൽ പ്രകാശം വേണം. പ്രകാശത്തിൻ്റെ അഭാവത്തിൽ അഥവാ അന്ധകാരത്തിൽ കാഴ്ച സാധ്യമല്ല. പ്രകാശമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെ കാണാൻ പറ്റൂ. എല്ലാം ഉള്ളതായി തീരുന്നത് ആത്മപ്രകാശത്തിലാണ്. ആ ആത്മപ്രകാശം ഇവർക്ക് ഓരോ കാഴ്ചകളെ കാണാൻ സഹായിച്ചു. അതിന് കാരണം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വാസനകളാണ്. നമ്മുടെ വാസനകൾ, പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങൾ, അനുഭവിച്ച് തൃപ്തി വരാത്ത കാര്യങ്ങൾ, അതൊക്കെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിൽ അടിഞ്ഞു കിടക്കും. അതവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ തിരിച്ചു വരേണ്ടി വരും. ഒരു ശരീരത്തെ ഉപേക്ഷിച്ചത് കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. കാരണം ഉള്ളിൽ വാസനകൾ, ആഗ്രഹങ്ങൾ പലതും അനുഭവിച്ച് തൃപ്തി വന്നിട്ടില്ല. അതൊക്കെ ഉള്ളിൽ കിടക്കുമ്പോൾ വേറൊരു ശരീരം നമുക്ക് ഈശ്വരൻ തരും. അത് നമ്മുടെ കർമ്മ ഫലത്തിനനുസരിച്ചാണ്. ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കുറേയൊക്കെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാം. പക്ഷേ അങ്ങനെ പഴയ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുമ്പോൾ പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവയെ പൂർത്തീകരിക്കാനായി ഭാവി ജന്മങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ഒടുങ്ങാത്ത ഒരു സീരിയൽ പോലെ, ഒരു പരമ്പര പോലെ ഈ ജന്മം തുടരും. ജന്മം തുടരും എന്ന് പറഞ്ഞാൽ മരണവും തുടരും. ജനിക്കുന്നതെല്ലാം മരിച്ചേ പറ്റൂ. സംവിത് പ്രാക്തന സംസ്കാരാത് വ്യോമാത്മാവനി മണ്ഡലം. അതിസൂക്ഷ്മമായ ചിദാകാശം, അതാണ് ബോധം, ബ്രഹ്മം. അത് ഈ വിപശ്ചിത്തുക്കളുടെ പ്രാക്തന സംസ്കാരത്തിനനുസരിച്ച്, ഈ വിപശ്ചിത്തുക്കളുടെ ഉള്ളിൽ എന്തായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്നത്, എന്താഗ്രഹമാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്, അവിദ്യയുടെ വ്യാപ്തി എത്രയുണ്ടെന്നറിയണം. ആ ആഗ്രഹം പൂർത്തീകരിച്ചിട്ടില്ല. ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് വരെ അവർ തിരിച്ചു വരേണ്ടി വരും, ജന്മങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ഉള്ളിലെ സംവിത്ത് പ്രാക്തന സംസ്കാരത്തിനനുസരിച്ച്, അവരുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന വാസനകൾക്കനുസരിച്ച് ആ ചിദാകാശ സ്വരൂപിയായ ആത്മാവ് അവനി മണ്ഡലത്തെ കാണിച്ചു കൊടുത്തു. അവനി ഭൂമി. വീണ്ടും ഒരു ഭൂമണ്ഡലത്തെ അവർ കാണാൻ ആരംഭിച്ചു. ഒരു ഭൂമിയിലാണ് ഇവർ ജീവിച്ചിരുന്നത്. എന്നിട്ട് അവിടുന്ന് പല സ്ഥലങ്ങളിലും പോയി പലതും അനുഭവിച്ചു. അവസാനം അവിടെ മരിച്ചു. ഇപ്പോൾ വീണ്ടും അവനി മണ്ഡലത്തെ അവർ ദർശിക്കാൻ തുടങ്ങി. അഥ മരണാനന്തരം തേഷാം സംവിദ് വ്യോമാത്മാ ഭൂത്വ
തസ്മിൻ വ്യോമ്യേവ അവനിമണ്ഡലം പൂർവവത് ദദർശ. അങ്ങനെ മരണത്തിന് ശേഷം അവരുടെ ഉള്ളിലുള്ള സംവിത്ത്, ഈ ചക്രവർത്തിക്ക് സംവിത്ത് എന്ന പേര് കൊടുക്കാൻ കാരണം തന്നെ അതാണ്. ബോധമാണത്. നമ്മളുടെ ഉള്ളിലുള്ളത് ബോധമാണ്. നമുക്ക് അനുഭവിക്കാനും അറിയാനും ഉള്ള കഴിവുണ്ട്. ആ കഴിവുകൾ വാസ്തവത്തിൽ ബോധത്തിൻ്റേതാണ്, ചൈതന്യത്തിൻ്റേതാണ്. അപ്പോൾ വിപശ്ചിത്ത് എന്ന പേര് തന്നെ അവർ ബോധ അംശങ്ങളാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ പേര് നൽകിയത്. ആ 4 ഭൂപാലന്മാരും വിപശ്ചിത്തുകളും മരണാനന്തരം സംവിത്ത്, അവരുടെ ഉള്ളിലുള്ള സംവിത്ത് വ്യോമാത്മാ ഭൂത്വ, അതിസൂക്ഷ്മമായ മനസ്സായി പ്രകടമായി. മനസ്സ് പ്രകടമായാൽ കാഴ്ചകൾ ഓരോന്നായി പൊന്തും. സങ്കല്പം ഉദിച്ചാൽ പലതും കാണാൻ തുടങ്ങും എന്നർത്ഥം. ആ സങ്കല്പമായി പ്രകടമാകുന്നത് സംവിത്ത് തന്നെ, ബോധം തന്നെ. ആ തേഷാം സംവിത്ത് വ്യോമാത്മാ ഭൂത്വ, അവരുടെ ഉള്ളിലെ സംവിത്ത് ബോധം അതിസൂക്ഷ്മമായ മനസ്സായി പൊന്തി തസ്മിൻ വ്യോമ്യേവ, ആ മനസ്സാകുന്ന ആകാശത്തിൽ തന്നെ അവനിമണ്ഡലത്തെ, ഒരു ഭൂമണ്ഡലത്തെ പൂർവവത് ദദർശ, നേരത്തെ ഉള്ളതുപോലെ കണ്ടു. വീണ്ടും ഒരു ഭൂമിയെ അവരുടെ ഉള്ളിൽ അവർ കണ്ടു. അവരുടെ മനസ്സിൽ, അവരുടെ സങ്കല്പത്തിനനുസരിച്ച്, വാസനകൾക്കനുസരിച്ച് ഒരു ഭൂമണ്ഡലത്തെ അവർ കണ്ടു. സപ്തദ്വീപാബ്ധിവലയം പുരപത്തനഭൂഷണം സുരശൈല ശിരഃപീഠം ബ്രഹ്മലോക ശിരോമണിം. ഈ ലോകം, ഭൂമണ്ഡലം എങ്ങനെയുള്ളതാണ്? സപ്തദ്വീപ അബ്ധിവലയം, 7 കടലുകൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. 7 ദ്വീപങ്ങളോട് കൂടിയതുമാണ്. പുരപത്തനഭൂഷണം, അനേകം നഗരങ്ങളും അതുപോലെ പട്ടണങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിരുന്നു ഇവർ സങ്കല്പത്തിൽ കണ്ട ആ ഭൂമി. സുരശൈല ശിരഃപീഠം, സുരശൈലം എന്ന് പറഞ്ഞാൽ മഹാമേരു, മഹാമേരുവാകുന്ന ആ വലിയ പർവ്വതത്തിൻ്റെ പീഠമായി വർത്തിക്കുന്ന ഭൂമിയെയാണ് ഇവർ സങ്കല്പിച്ചത്. ബ്രഹ്മലോക ശിരോമണി, ബ്രഹ്മലോകമാകുന്ന ശിരോമണി, തലയിൽ ചൂടുന്ന രത്നം, ചൂടാമണി, അത് തന്നെയാണ് ശിരോമണി. ബ്രഹ്മലോകമാണ് ഭൂലോകത്തിൻ്റെ ശിരോമണി എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളത്. ദേവന്മാരുടെ വാസസ്ഥാനമാണ് മഹാമേരു. ആ മഹാമേരു എന്ന പേരോടുകൂടിയ പർവ്വതത്തിൻ്റെ പീഠം പോലെ വർത്തിക്കുന്നതാണ് ഈ ഭൂമണ്ഡലം. ചന്ദ്രാർക്കബിംബനയനം താരാമുക്താകലാപകം വിലോലമേഘവസനം നാനാവനതനൂരുഹം. ചന്ദ്രാർക്കബിംബനയനം, സൂര്യചന്ദ്രബിംബങ്ങളാകുന്ന കണ്ണുകളോട് കൂടിയ ഒരു ലോകത്തെയാണ് ഇവർ കണ്ടത്. സൂര്യനും ചന്ദ്രനും സർവേശ്വരൻ്റെ 2 നേത്രങ്ങളാണ് എന്നാണ് പുരുഷസൂക്തം പറയുന്നത്. ഭഗവാന്റെ 2 കണ്ണുകൾ, കണ്ണ് കാഴ്ചകൾ കാണാനുള്ളതാണ്, ദൃശ്യങ്ങളെ കാണിച്ചു തരുന്നതാണ് കണ്ണ്. ഈ വിരാട് പുരുഷൻ്റെ 2 കണ്ണുകൾ പോലെയാണ് സൂര്യനും ചന്ദ്രനും. താരാമുക്ത കലാപകം, നക്ഷത്രമണ്ഡലങ്ങൾ, അതാണ് ശിരസിലുള്ള അലങ്കാരം. അങ്ങ് മുകളിലുള്ളത്, മുകളിലാണല്ലോ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും മുകളിലാണല്ലോ ശിരസ് ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ താരാമണ്ഡലമാകുന്ന മുടിക്കെട്ടോട് കൂടിയതാണ് ഈ ഭൂമണ്ഡലം. വിലോല മേഘവസനം, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന മേഘങ്ങളാകുന്ന വസ്ത്രം ഉടുത്തിരിക്കുന്നു ഈ ഭൂമി. മേഘങ്ങൾ ആകാശത്തിലൂടെ ഇങ്ങനെ സദാ ചലിച്ച് മറയുന്നവയാണ്. ആ മേഘവസനമാണ്, വസനം വസ്ത്രം, മേഘങ്ങളാകുന്ന വസ്ത്രത്തോട് കൂടിയതാണ് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ആ മഹാമേരു എന്ന പർവ്വതം. പർവ്വതത്തിൻ്റെ വസ്ത്രമാണ് മേഘം. നാനാവനതനൂരുഹം, അനേകം വനങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഈ ഭൂമി ദേവിയുടെ രോമങ്ങൾ പോലെയാണ്.
തനൂരുഹം എന്ന് പറഞ്ഞാൽ തനുവിൽ നിന്ന് മുളയ്ക്കുന്നത്, ശരീരത്തിൽ നിന്ന് മുളയ്ക്കുന്നത്. മുടി എന്നർത്ഥം പറയാം, അല്ലെങ്കിൽ രോമം എന്നർത്ഥം പറയാം. ഭൂമി ദേവിയുടെ രോമങ്ങൾ പോലെയാണ് ഈ വനങ്ങളും വൃക്ഷലതാദികളും. അങ്ങനെയുള്ള ഒരു ലോകത്തെയാണ് ഈ വിപശ്ചിത്തുകൾ പിന്നീട് കാണാൻ ആരംഭിച്ചത്. അവനിമണ്ഡലം കീദൃശം ദദർശ തദാഹ, എങ്ങനെയുള്ള ഭൂമണ്ഡലത്തെയാണ് ഈ 4 പേരും കണ്ടത് എന്നാണ് വർണ്ണിക്കുന്നത്. സപ്തദ്വീപേത്യാദി സുരശൈലോ മേരുഹു, ദേവപർവ്വതമാണ് മഹാമേരു. സയേവ ശിരഃപീഠം ഇവ ഉന്നതോ യസ്യ, അതാണ് ഈ ഭൂമണ്ഡലത്തിൻ്റെ ചൂടാമണി പോലെ വർത്തിക്കുന്നത്. ബ്രഹ്മലോകോത്ര മേരുസ്ഥം ബ്രഹ്മഗൃഹം, ബ്രഹ്മലോകം അത് മഹാമേരുവിൻ്റെ ഏറ്റവും മുകളിലാണ്. അതാണ് ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനം. ആ ഉന്നതമായ സ്ഥാനത്തോട് കൂടിയതാണ് ഈ ലോകം. അതായത് ഭൂമി വേറെ, ആകാശം, സ്വർഗം അങ്ങനെ വേറെ വേറെ എന്നല്ല. ഈ ഭൂലോകത്തിൻ്റെ മകുട ചൂടാമണി പോലെ വർത്തിക്കുന്നതാണ് ബ്രഹ്മലോകം. ദേഹാൻ വിപശ്ചിതാം സംവിദ്ദർശ ചതുരാപിസ പ്രാഗ്വത് കൽപ്പപരാവൃത്തൗ ദ്യൗർദിഗന്ധാനിവാതതാൻ. ഈ വിപശ്ചിത്തുക്കൾ കണ്ടു, കാണാൻ തുടങ്ങി എന്നല്ല പറയുന്നത്. വിപശ്ചിത്തുക്കളുടെ ഉള്ളിലുള്ള ബോധം ബ്രഹ്മം അനുഭവിക്കാൻ തുടങ്ങി. ദൃശ്യത്തെ ബ്രഹ്മം അനുഭവിക്കാൻ തുടങ്ങുന്നു. ജീവഭാവത്തിലാണ് ദൃശ്യത്തെ ബ്രഹ്മം അനുഭവിക്കുക. ബ്രഹ്മത്തിൽ ദൃശ്യമില്ല. ബ്രഹ്മം മറ്റൊന്നിൻ്റെയും ദൃശ്യവുമല്ല. ബ്രഹ്മം വേറൊന്നിനാൽ അറിയപ്പെടുന്നതല്ല, അതുകൊണ്ട് അത് ദൃശ്യമല്ല. ബ്രഹ്മത്തിൽ ബ്രഹ്മഭിന്നമായ ഒരു ദൃശ്യം പൊന്താൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ദൃശ്യം എന്നുള്ള വാക്ക് ബ്രഹ്മത്തിൽ യോജിക്കുകയില്ല, പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് എന്തു പറയുന്നു? ദേഹാൻ വിപശ്ചിതാം സംവിദ്ദർശ, വിപശ്ചിത്തുക്കളുടെ ശരീരങ്ങളെ ബോധമറിയാൻ തുടങ്ങി. നമ്മുടെ ശരീരങ്ങളെ അറിയുന്നതാരാ? ഞാനാണെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. തെറ്റ്. നിങ്ങൾ പറയുന്നതിൽ ശരിയുണ്ട്, പക്ഷേ അത് തെറ്റ് കലർന്ന് ശരിയാണ്. ഞാനാണ് ശരീരത്തെ അനുഭവിക്കുന്നത്. ഒരർത്ഥത്തിൽ ശരിയാണ്. ബ്രഹ്മത്തിന് നേരിട്ട് ശരീരത്തെ അനുഭവിക്കാൻ പറ്റില്ല, കാരണം അത് അശരീരിയാണ്. പക്ഷേ ഈ ഞാനായി പ്രകടമാകുന്നത് ബ്രഹ്മമായതുകൊണ്ട് ബ്രഹ്മമാണ് ശരീരത്തെ അല്ലെങ്കിൽ ശരീരങ്ങളെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടുന്നത് മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കുമാണ്, അല്ലേ? മുഖ്യമന്ത്രി ഫീൽഡിൽ ഇറങ്ങി വന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ അതിൻ്റെ പ്രശസ്തിയും അതിൻ്റെ ക്രെഡിറ്റും മുഴുവൻ സർക്കാരിനാണ്. ഇതുപോലെ ആ ബ്രഹ്മത്തിനാണ് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളുടെയും മഹത്വം. ഇതിനെയെല്ലാം നേരിട്ടല്ലാതെ പ്രപഞ്ച ഘടകങ്ങളിലൂടെ, ജീവന്മാരിലൂടെ ഇവിടെ ഓരോന്ന് നടത്തുന്നത് ആ സർവേശ്വരനാണ്. അതുകൊണ്ട് ദ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. അതിനിടയ്ക്കാണ് ഈ ഞാഞ്ഞൂലിനെ പോലെയുള്ള മനുഷ്യൻ ഞാനാണ് എന്ന് പറഞ്ഞ് ഞെളിയുന്നത്. ഇവന് അനങ്ങാൻ പോലും പറ്റില്ല. നമുക്ക് നമ്മുടെ ശരീരത്തെ അനക്കണമെങ്കിൽ പ്രാണൻ വേണം. ശരീരത്തിൽ പ്രാണസഞ്ചാരം ഉണ്ടെങ്കിലേ ശരീരം അനങ്ങൂ. ഈ പ്രാണൻ നമ്മുടെ തറവാട്ട് സ്വത്താണോ? നിങ്ങൾ കൊണ്ടുവന്നതാണോ? അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താണോ പ്രാണൻ? പ്രാണൻ എന്ന് പറയുന്നത് ആത്മശക്തിയാണ്. ആത്മാവിൽ നിന്ന് മനസ്സെങ്ങനെയാണോ പൊന്തുന്നത്, അതോടൊപ്പം പ്രാണനും പൊന്തുന്നു. ഈ പ്രാണനും മനസ്സും ഒരേ തത്വത്തിൻ്റെ 2 വശങ്ങളാണ്. ഈ പ്രാണൻ ബ്രഹ്മശക്തിയാണ്.
മനസ്സ് അഥവാ സങ്കല്പം, അതും ബ്രഹ്മശക്തി തന്നെ. ഇപ്പോൾ ഈ പ്രാണൻ്റെ സഹായമില്ലാതെ നമുക്ക് ഇരുന്നിടത്തു നിന്ന് അനങ്ങാൻ പോലും സാധ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടേത് എന്ന് പറയാൻ ഇവിടെ എന്താണുള്ളത്? ഒന്നുമില്ല. ഞാനൊന്നുമല്ല, ഒന്നും എൻ്റേതല്ല എന്ന് തീരുമാനിച്ച് ജീവിക്കാമെങ്കിൽ സ്വസ്ഥമായിട്ട് കഴിയാം. അല്ലെങ്കിൽ ജീവിതം കെ പുക, കെ റെയിൽ എന്ന് പറയുന്നത് പോലെ, കട്ടപ്പുക എന്ന് പറയുന്നവരും കെ പുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒക്കെ ജഗദീശ്വരൻ്റെ കാരുണ്യം. അദ്ദേഹത്തിൻ്റെ കാരുണ്യമില്ലാതെ ഒരു ഇല പോലും ഇവിടെ അനങ്ങുകയില്ല. അപ്പോൾ ഇവിടെയുള്ള കൊള്ളരുതായ്മകൾക്കൊക്കെ ഈശ്വരൻ വളം വെച്ച് കൊടുക്കുകയാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ഒന്നിനെയും അനുകൂലിക്കുന്നുമില്ല, പ്രതികൂലിക്കുന്നുമില്ല. അനുകൂലിക്കുന്നവനാണ് പ്രതികൂലിക്കുകയും ചെയ്യുക. അദ്ദേഹം ഒന്നിനെയും അംഗീകരിക്കുന്നില്ല, ഒന്നിനും വളമിട്ട് കൊടുക്കുന്നില്ല, ഒന്നിനെയും വെട്ടി വീഴ്ത്തുന്നുമില്ല. ധർമ്മത്തിന് വളമിട്ട് കൊടുക്കുന്നത് ഈശ്വരനല്ല. ചിലരുടെ ഉള്ളിൽ ധാർമ്മികമായ വാസനകളുണ്ട്. അവർ ധാർമ്മികമായ ജീവിതം നയിക്കുന്നു. ഭഗവാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. കുറേ പേരുടെ ഉള്ളിൽ ദുർവാസനകളാണ്. അവർ ലോകത്തിനെ നശിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിക്കുക. അതും ഈ ഭഗവാൻ സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം അദ്ദേഹം രണ്ടിനെയും ഒരു ഭാവവ്യത്യാസവും കൂടാതെ സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇതിന് ഉത്തരവാദിയല്ല എന്ന് വേണം പറയാൻ. രണ്ടും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ തുല്യം. അതാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. ധർമാധർമ്മങ്ങൾ മനുഷ്യരുടെ ദൃഷ്ടിയിലാണ് ഭേദമുള്ളവയായി കാണപ്പെടുന്നത്. ധർമ്മം ശ്രേഷ്ഠം, അധർമ്മം മോശം. ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ ധർമാധർമ്മങ്ങൾ തുല്യം. എങ്ങനെയാണ് തുല്യമാകുന്നത് അറിയാമോ? ഈ ധർമ്മവും അധർമ്മവും വാസ്തവത്തിലില്ല. ആ ദൃഷ്ടിയെ ഈശ്വരൻ അംഗീകരിക്കുന്നത് കൊണ്ട് ഈശ്വരൻ്റെ കാഴ്ചപ്പാടിൽ ധർമാധർമ്മങ്ങളില്ല. വ്യക്തികൾ സങ്കുചിത മനസ്കരാണ്. അവരുടെ സങ്കുചിതമായ ചിന്തയിലൂടെ നോക്കുമ്പോഴാണ് ധർമ്മം ശ്രേഷ്ഠവും അധർമ്മം നിന്ദ്യവുമായി തീരുന്നത്.